എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിൻഡയാണ്. വിവാഹം എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് എന്നും ഓർമ്മകളിൽ നിറഞ്ഞിരിക്കുന്നതുമാണ്. വിവാഹത്തിന് ഫോട്ടോഷൂട്ട് ഇല്ലെങ്കിൽ എന്താണല്ലേ? പ്രീ വെഡ്ഡിംഗ് ഷൂട്ട് മുതൽ കല്യാണം കഴിഞ്ഞ ഡൈവോഴ്സ് ഷൂട്ട് വരെ ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന കാലമാണ്. സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിരിക്കുന്ന കുറച്ച് ഫോട്ടോഷൂട്ടുകളുമായിട്ടാണ് സോഷ്യൽ സ്റ്റാറ്റസിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാമല്ലേ? എൻ്റെ പ്രീ വെഡ്ഡിംഗ് ഷൂട്ട് അല്പം വ്യത്യസ്തമായിരിക്കണം. എല്ലാവരെയും പോലെ ഒരു സാധാരണ വീഡിയോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായാലും വീഡിയോ കണ്ടുവരാം. എന്നാൽ ഒരു വെറൈറ്റി പോസുമായി എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ദമ്പതികൾ. അല്ല, സംഗതി ഇവനാണ് വലിച്ചതെങ്കിലും പുക വരുന്നത് അവിടെ നിന്നാണല്ലോ. ഇത് ക്യാമറാമാന്റെ കണ്ടുപിടുത്തമാണോ അതോ ഇവരുടെ തന്നെ കണ്ടുപിടുത്തമാണോ? എന്തായാലും സംഗതി കിടലിനായിട്ടുണ്ട്. പ്രീ വെഡിങ് ഷൂട്ടൊക്കെ വൈറലാകണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു സ്ഥലം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഇങ്ങനെ ഒരു സ്ഥലമായാലോ? എന്നാൽ ഇവർ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം ഒന്ന് കാണുക. ഇതിനേക്കാൾ വ്യത്യസ്തമായുള്ള സ്ഥലമുണ്ടോ ഈ ഭൂലോകത്തെന്ന് നമുക്ക് തോന്നിപ്പോകും. ഷൂട്ട് അല്പം വ്യത്യസ്തമായിരിക്കണമെന്ന് ഈ ദമ്പതികൾ ആഗ്രഹിച്ചുള്ളൂ എന്ന് നമുക്ക് കരുതാം. ഇവിടെയും ഒരു പ്രീ വെഡിങ് ഷൂട്ട് ഉണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കാണാം. നേരത്തെ ഇവിടെ കാണാതിരുന്ന ഫോട്ടോഗ്രാഫർ ഇപ്പൊ എവിടെ നിന്നാണോ അവ പൊന്തി വന്നത്? റീപ്ലേ ഒന്നുകൂടെ ഒന്ന് കണ്ടാലോ? എന്തായാലും ഇവൻ ഇതിനകത്ത് എന്ത് ഷൂട്ടാണ് എടുത്തിരുന്നതെന്നാണ് കണ്ടു നിൽക്കുന്നവർക്ക് മനസ്സിലാകാത്തത്. ഇവിടെ മറ്റൊരുത്തനാണെങ്കിൽ അങ്ങ് കയറി ഇരുന്ന് കഴിഞ്ഞു. ഇങ്ങനെ ഇരുന്ന് എന്ത് ഫോട്ടോയാണ് എടുക്കുന്നതെന്നാണ് കണ്ടു നിന്നവർക്ക് മനസ്സിലാകാത്തത്. ചിലപ്പോൾ പുതിയ ട്രെൻഡ് ആയിരിക്കും അല്ലേ? என்ன தெரிகிறது? എന്നാൽ ഇത് എന്ത് ട്രെൻഡ് ആയിരിക്കുമെന്നാണ് കണ്ടു നിൽക്കുന്നവർ ചിന്തിക്കുന്നത്. പാവം വൈറലാക്കി തരാമെന്ന് പറഞ്ഞ് ഫോട്ടോഗ്രാഫർ പിടിച്ച് നിർത്തിയതാണെന്ന് തോന്നുന്നു. ആ വധുവിനെ കൂടി ഇങ്ങനെ നിർത്താതിരുന്നത് ഭാഗ്യം. ఫేస్ టు ఫేస్ తేల్చుకుందాం రా. నీ అమ్మ పడవ అమ్మ నాయన బన్నా మా గురించి కాపాడండి నన్ను. ఓయమ్మ ఫేస్ టు ఫేస్ ఇదేంటా? ఓయమ్మ ఓ నాయన. ഈ വധൂവരന്മാർക്ക് വൈറലാകാൻ പ്രത്യേകിച്ച് കോച്ചിങ് ഒന്നും വേണ്ട എന്ന് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ പോസ് ആകുമ്പോൾ അധികം ആർക്കും പഠിപ്പിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. ഇനി അങ്ങനെ എന്തായാലും അറിയാത്തവരുണ്ടെങ്കിൽ അതിനും വഴിയുണ്ട്. ഇത് നമ്മുടെ ഫോട്ടോഗ്രാഫർ തന്നെ പഠിപ്പിക്കും.
അതിനും റെഡിയാണ്. ചിലവൽപ്പം കൂടുമെന്ന് മാത്രം. പ്രീ വെഡിങ് ഷൂട്ടും വെഡിങ് ഷൂട്ടിനുമൊക്കെ ശേഷം നമ്മുടെ ദമ്പതികളുടെ അടുത്ത പ്രതീക്ഷ മെറ്റേണിറ്റി ഷൂട്ടിലാണ്. എന്തായാലും അതിനൽപ്പം ഈ മേഖലയിലെ സർവ്വ റെക്കോർഡുകളും മാറ്റിമറിക്കുമെന്ന ഒറ്റ ഉദ്ദേശത്തിൽ എത്തിയിരിക്കുകയാണ് ആ ചേച്ചി. ആ ചേച്ചിയുടെ വരവൊന്ന് കാണാം. എന്തായാലും ഈ പരിപാടിയിലെ മികച്ച ദമ്പതികളായി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇവരെയാണ്. മെറ്റേണിറ്റി ഷൂട്ടും വെഡിങ് ഷൂട്ടും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഡിവോഴ്സിന് വരെ ഷൂട്ട് ആരംഭിച്ചു എന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ ഈ കീറിക്കളയുന്നത് അവരുടെ പ്രീ വെഡിങ് ഷൂട്ടിന് എടുത്ത ഫോട്ടോയാകും. ഇതാ ഇവിടെ നമ്മുടെ ക്യാമറാമാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വിലസുകയാണ്. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന് സംഭവിച്ചതൊന്ന് കാണുക. ഈ ഒരു വെഡിങ് ഷൂട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരുപക്ഷെ ഇവിടെ കാറ്റില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ കാറ്റ് വരുത്താനായി ഫോട്ടോഗ്രാഫർ കാണിച്ച ആ ബുദ്ധി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുക. ഒരു നല്ല ഫോട്ടോഗ്രാഫർ എന്നൊക്കെ പറഞ്ഞാൽ ദാ ഇവനാണ്. ഇവൻ ഏത് ആംഗിളിൽ വെച്ച് ഫോട്ടോ എടുക്കുമെന്ന് നമുക്ക് പറയാനാകില്ല. എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. ഇവിടെ ഇതാ നമ്മുടെ വധുവും ഫോട്ടോഗ്രാഫറും കൂടി ചേർന്ന് വരനൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണെന്ന് തോന്നുന്നു. ഇവളെ ഒന്ന് പ്രപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഇരിക്കാനാണ് ക്യാമറാമാൻ ഇവനോട് പറഞ്ഞത്. എന്നാൽ ഇവന് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ അതോ അവൻ്റെ പാൻറ് ടൈറ്റായിട്ടാണോ എന്നറിയില്ല. എന്തായാലും ഇവൻ ഫോട്ടോഗ്രാഫറെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്.
പരാവതിയാണെന്ന് തോന്നുന്നു. സ്കൂളിൽ പഠിക്കാൻ പോകുന്നത് പോലെ താലി കെട്ടാൻ എത്തിയിരിക്കുകയാണ് ഒരു പയ്യൻ. ഇവന് താലി എങ്ങനെ പിടിക്കണമെന്ന് കൂടി അറിയില്ല. അതെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു. കല്യാണത്തിന് ഏത് മണ്ഡപം വേണം, എത്ര പേരെ വിളിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ വാങ്ങിക്കണം എന്നൊക്കെ കാര്യത്തിൽ ചെക്കന് നല്ല ധാരണയുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ വലിയ ധാരണയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ കാര്യത്തിൽ വരന്മാർക്ക് ആകെ കൺഫ്യൂഷനാണ്. അന്നേരമാണ് ഇവളുടെ ഒരു ഒളിച്ചുകളി. ഇവൾ താലി കണ്ടപ്പോൾ വാങ്ങി ഇവനെ ഒന്ന് കെട്ടിക്കളയാമെന്ന് കരുതിയെന്ന് തോന്നുന്നു. ഇവിടെ നമ്മുടെ പൂജാരി മന്ത്രമൊക്കെ ചൊല്ലി താലി കൊണ്ട് വരന്റെ മുന്നിലേക്ക് എത്തിയപ്പോൾ വരൻ കഴുത്തു നീട്ടിക്കൊടുക്കുന്നു. എന്തായാലും വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ പൂജാരി അറിയാതെങ്ങാനും ഇവന്റെ കഴുത്തിൽ താലി കെട്ടിയിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്നാൽ ഇവിടെ ഈ കാര്യത്തിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് നമ്മൾ കാണുന്നത്. ഇവന് യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ല എന്ന് മാത്രമല്ല, അവൻ ഇടയ്ക്ക് ഒരു പണി ഒപ്പിക്കുകയും ചെയ്തു. അതൊന്ന് കണ്ടുവരാം. എന്നാൽ ഇത് നമ്മുടെ പൂജാരിക്ക് അത്ര ഇഷ്ടമായില്ല. ഈ പരിപാടി ഇവിടെ നടക്കില്ലെന്നാണ് പൂജാരി പറയുന്നത്. എന്നാൽ വൈകുന്നേരം ഒരു റിസപ്ഷൻ വിളിച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അതങ്ങ് നടത്തിയിട്ടുണ്ടെന്ന് വരൻ. ഇനി ഇദ്ദേഹത്തിന്റെ താലി കെട്ടുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മുടെ ബൂട്ട് ലേസ് കെട്ടുന്ന രീതിയിലാണ് ഇദ്ദേഹം താലി കെട്ടുന്നത്. ഇതാകുമ്പോൾ എപ്പോ വേണമെങ്കിലും ഊരിയെടുക്കാമെന്നാണ് ഈ വരൻ പറയുന്നത്. ഇവിടെ താലിയൊക്കെ കെട്ടിക്കഴിഞ്ഞ് എങ്കിലും സിന്ദൂരം ചാർത്താനായി നമ്മുടെ കലിപ്പൻ എത്തിയിരിക്കുകയാണ്. ഹെൽമറ്റ് ധരിച്ചെത്തിയ കലിപ്പൻ കാന്താരിയം കൊണ്ട് കടന്നു കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഒരു സിന്ദൂരം ചാർത്തൽ അപാരതയാണ്. പൂജാരി പറയുന്നതെല്ലാം കേട്ട് കൺഫ്യൂഷനായ ഇവൻ എവിടെ സിന്ദൂരം ചാർത്തണമെന്ന് അറിയാതെ വലയുകയാണ്. என்ன ஒரு புத்திசாலித்தனம். ഒടുവിൽ പൂജാരിയുടെ നെറ്റിയിലേക്ക് വന്ന ഇവനെ എന്തു വിളിക്കണം? ആരൊക്കെ താലി കെട്ടിയാലും ഇല്ലെങ്കിലും, ആരൊക്കെ സിന്ദൂരം ചാർത്തിയാലും ഇല്ലെങ്കിലും നമുക്ക് ഫുഡ് വേണം. അതാണ് മുഖ്യം. അത് മഴയത്താണെങ്കിലും പേമാരിയാണെങ്കിലും നമുക്ക് ഒരു തടസ്സവും ഇല്ല. കസേരയും തലയിൽ വെച്ച് ആ തീറ്റയൊന്ന് കാണുക. എന്തായാലും സോഷ്യൽ സ്റ്റാറ്റസ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോയിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് താഴെ കമന്റിൽ പറയുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.